പ്രിയപ്പെട്ട കർഷകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ്. തെങ്കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു വലിയ കാർഷിക ഗ്രാമമാണ്. അപ്പോൾ അവിടെ വളരെ മാതൃകാപരമായിട്ട് കൊത്തമര എന്ന് നമ്മൾ മലയാളത്തിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ ക്ലസ്റ്റർ ബീൻസ് എന്നും അറിയപ്പെടുന്ന ഒരു കാർഷിക വിള, ഒരു ബീൻസ് കൃഷി ചെയ്യുന്ന ഒരു മനോഹരമായ തോട്ടമാണ്. പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്ലസ്റ്റർ ബീൻസ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടുവളപ്പിലും കിച്ചൺ ഗാർഡനിലൊക്കെ മനോഹരമായി തന്നെ ക്ലസ്റ്റർ ബീൻസ് ഇവിടെ സൂപ്പറായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലസ്റ്റർ ബീൻസിൻ്റെ വിത്തുകൾ നട്ടുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നന്നായിട്ട് പരിചരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് ആവശ്യമായ അമരയ്ക്ക, കൊത്തമര നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് ഇന്നൊരു കൊത്തമര ശരിക്കും കായ്ക്കും, ക്ലസ്റ്റർ പോലെ ഇങ്ങനെ കൊത്തു പിടിച്ച് ഇങ്ങനെ കായ്ക്കും. അപ്പോൾ ഇങ്ങനെ കായ്ക്കുമ്പോൾ ഇത് വിളവെടുത്ത് നമുക്ക് തീർക്കുക എന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ധാരാളം വൈറ്റമിൻസ് ഉള്ള, ധാരാളം മിനറൽസ് ഉള്ള, ധാരാളം പ്രോട്ടീൻ ഉള്ള പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ക്ലസ്റ്റർ ബീൻസ് എന്നത്. ക്ലസ്റ്റർ ബീൻസ് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈറസ് ബാധയുണ്ട്. അതോടൊപ്പം തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണമുണ്ട്. ഈ രോഗങ്ങളെയും കീടങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലസ്റ്റർ ബീൻസ് നമ്മുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലസ്റ്റർ ബീൻസ് കൃഷി ചെയ്യുന്ന ഒരു കൂട്ടം കർഷകരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പോകാം വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ തെങ്കാശിയിലെ രമേശ് എന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. അദ്ദേഹം വൈവിധ്യമാർന്ന ധാരാളം വിളകൾ ഇവിടെ അടിപൊളിയായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പ്ലോട്ടിൽ കൃഷി ചെയ്തിരിക്കുന്നത് കൊത്തമര, ചീനിയമര എന്നൊക്കെ പറയുന്ന നമ്മുടെ ക്ലസ്റ്റർ ബീൻസ് ആണ്. അപ്പോൾ ആ കൃഷി രീതിയെ പറ്റിയൊക്കെ അദ്ദേഹം വിവരിക്കും. ഇവിടെ എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അപ്പോൾ നല്ല ചൂടുള്ള ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് ഈ കൊത്തമര നന്നായിട്ട് വളരുന്നതെന്നാണ് പ്രിയപ്പെട്ട കർഷകൻ ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. பேர் சீனியவரன்னு எங்கள் ஊரில் சொல்லுவோம். உங்கள் ஊரில் கொத்தவரை, தமிழ்நாடு ஃபுல்லாகவே சீனியவரை கொத்தவரைன்னு சொல்லுவாங்க. இதோட விதை வந்து ஒரு கிலோ வந்து 350 ரூபா வரும் சில கம்பெனிகளை பொறுத்து. இது வந்து விதை ஊனி கரெக்டாக 45 நாள் 46 நாளில் காய் பறக்கிடலாம். அந்த சீனியவரை காயை ஆயலாம். இதுக்கு மருந்துன்னு பார்த்தீங்கன்னா அதிகமாக மருந்து கிடையாது. ஒரு 2 உரம் தான் போட வேண்டியிருக்கும் மேக்ஸிமம். அது கூட ஒரு உரம் போட்டால் போதும். பொட்டாசு இல்லை காம்ப்ளெக்ஸ் உரம் போட்டால் போடுவாங்க. போட்டு களை எடுக்கணும். களை எடுத்து தண்ணி பாய்ச்சணும். தண்ணிங்கிறது 15 நாளைக்கு ஒருக்கா தண்ணி பாய்ச்சணும். என்ன ஒன்றா அந்த இதுக்கு வந்து மேக்ஸிமம் மழை வந்து ஆகாது. மழை வந்ததுன்னா பெரிய செடியான காய் உறிஞ்சால் கூட ஒன்று காய் வந்து சாஞ்சிரும், செடியெல்லாம் சாஞ்சிரும். இல்லைனா அந்த செடி பங்கர்ஸ் வந்துடும். பிளாக் கலரில் பங்கர் இன்ஃபெக்ஷன் வரும். இன்ஃபெக்ஷன் வந்தாலே அந்த காய் அடுத்து வராது. இதோட பிரச்சனையே தான். இன்னொரு விஷயம் என்னென்னா, இது வந்து தண்டு வந்து ரொம்ப கீரைத்தண்டு மாதிரி நைஸாக தான் இருக்கும். இது ஒடிக்கும் போது ஈரத்தில் வந்து ஒடிக்கக்கூடாது. நேற்று தண்ணியும் பாய்ச்சுனா நாளைக்கு கழித்து ஒடிக்கலாம். அது ஒடிக்கும் போது பையாத்தான் ஒடிக்கணும். வாங்கி ஒடிச்சோம்னா மூடே போயிடும். இதோட இதே தான். இப்போ ஒரு 1 மந்த் பறிக்கலாம். 1 மந்த்னாலே 20 பறி வரும். எங்கள் கணக்கு வந்து 20 நாள் பறிக்கலாம். 20 நாளுங்கும்போது 1 மாதம் தான். வாரத்துக்கு 2 நாள் 12 டைம் பறிக்கலாம். அவ்வளோதான். என்ன போதிய விலைகள் வந்து மேக்ஸிமம் கிடைக்காது. 22 ரூபா, 20 ருபீஸ் இல்லை 30 ருபீஸ்க்குள்ளே தான் போகும் எங்கள் ஊரில் கிலோக்கு. ചീനിയമര അല്ലെങ്കിൽ കൊത്തമര നമുക്ക് നട്ടു കഴിഞ്ഞാൽ ഒരു 45 ദിവസമാകുമ്പോൾ നമുക്ക് ഹാർവസ്റ്റ് തുടങ്ങാം. അതുമാത്രമല്ല, ആഴ്ചയിൽ 2 തവണ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റും. 1 കിലോയ്ക്ക് വിപണിയിൽ ഒരു 22 രൂപ മുതൽ 30 രൂപ വരെ ശരാശരി വില കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയാൻ, മഴ കുറവുള്ള സമയങ്ങളിലാണ് ഈ ചീനിയമര നന്നായിട്ട് വളരുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കറുത്ത നിറത്തിലുള്ള ഒരു ഫംഗൽ അറ്റാക്ക് ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലൊക്കെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ വിളയെ ദോഷകരമായി ബാധിക്കും. അതുപോലെ തന്നെ ഇതിന് വൈറസ് ബാധയും ഉണ്ട്. അപ്പോൾ വൈറസ് ബാധ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ പരമാവധി നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ അതിനെതിരെയുള്ള കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ അവലംബിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ കൃഷിയിടങ്ങളിലും മട്ടുപ്പാവുകളിലൊക്കെ സൂപ്പറായിട്ട് കൊത്തമര നന്നായിട്ട് വിളയിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വിളവെടുപ്പിന് പാകമായ ഒരു ചീനിയമരയുടെ ഒരു തോട്ടമാണ്. അപ്പോൾ ചീനിയമര നന്നായിട്ട് കായ്ച്ചിരിക്കുന്നു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാകണ്ട കൊല കുത്തി ധാരാളം കായ്കളുണ്ട്. ഒരു ചെടിയിൽ തന്നെ 50-ൽ കൂടുതൽ കായ്കളുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് പറിച്ച ചീനിയമരയാണ്.
ചീനിയമര നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ചീനിയമര നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ചീനിയമര നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കണം. അല്ല നമ്മൾ താഴോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടിൻ്റെ പുറം ഭാഗത്തുള്ള തൊലി കൂടെ താഴ്ന്നു പോകും. അങ്ങനെ ചെടിക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ചീനിയമര നമ്മൾ പറിക്കുമ്പോൾ ഇതുപോലെ മുകളിലോട്ട് പറിച്ചെടുക്കണം. അപ്പോൾ ചെടിയുടെ തണ്ടിന് ഒരു തരത്തിലുള്ള ക്ഷതവും സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു വിളയാണ് ഈ ചീനിയമര എന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള, നമുക്കിത് ഒരു പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ചീനിയമര എന്നത്. നമുക്ക് ധാരാളം പ്രോട്ടീനും എനർജിയും ഫൈബറസ് കണ്ടൻറ്റൊക്കെ നന്നായിട്ട് കിട്ടാൻ കഴിയുന്ന നല്ലൊരു കാർഷിക വിളയാണ് ഈ ചീനിയമര എന്നത്. എന്തുകൊണ്ടും ഈ കൃഷിയിടത്തിൽ ഇത് ഒരു വലിയ തോട്ടമാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏറെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇതുപോലുള്ള കൃഷിയിടങ്ങളെ കാണണമെങ്കിൽ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ വരണം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വിള പ്രചാരത്തിൽ വരാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്തേക്ക് നമ്മളിതെല്ലാം സ്ഥിരമായിട്ട് പണ്ട് മുതലേ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്ന വിളയാണ്. പക്ഷേ എന്നാലും ഇതിപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്ത് മുതലാണ് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നല്ല വരണ്ട കാലാവസ്ഥയിലാണ് ഇത് ഏറ്റവും നന്നായി വളരുകയും ഫ്ലവർ ചെയ്യുകയും അതോടൊപ്പം തന്നെ വിളവ് തരികയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വൈവിധ്യമാർന്ന കാഴ്ചകൾ, ഇതുപോലുള്ള പുതിയ പുതിയ ഫാർമേഴ്സിനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും കൃഷി ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഭക്ഷ്യോൽപാദനത്തിൽ എല്ലാവരും പങ്കാളിയാവുക.